ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തേത് സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 17 അധ്യായമാണ് നമ്മൾ പിന്നിട്ടത്. വിജയന്മാരുടെ ജന്മം ആണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ കണ്ടതായ ദുർനിമിത്തങ്ങളെയും പ്രസ്താവിച്ചു. തുടർന്ന് ഹിരണ്യാക്ഷൻ തൻ്റെ ശക്തി എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കണം എന്ന് കരുതി വരുണൻ്റെ അടുത്തേക്ക് പോയതും, വരുണന് പ്രായാധിക്യം കാരണം ശരീരത്തിന് വിശ്രമം കൊടുക്കുക, അതിന് അധിക അധ്വാനം കൊടുക്കാൻ പറ്റാത്ത സമയമാണ് എന്ന് അങ്കോപശമം എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് നിൻ്റെ ഈ അഹങ്കാരവും കൈത്തരിപ്പും തീർക്കാൻ പരമേശ്വരൻ മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. പശ്യാമിന അന്യം പുരുഷാർത്ഥം, ആ പുരുഷാർത്ഥഭാജനമായിരിക്കുന്ന എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകുന്ന ഭഗവാൻ അല്ലാതെ ആരും നിനക്ക് ഇല്ല എതിരാളി. ആ ഭഗവാനുമായിട്ട് എതിരിട്ട് ഭൂമിയിൽ ശ്വാക്കൾക്ക് കടിച്ചു വലിക്കത്തക്ക വിധത്തിൽ മരിച്ച് കിടക്കുന്നത് അധികം താമസിയാതെ ഉണ്ടാവും. അതുകൊണ്ട് നീ ആ ഭഗവാനുമായിട്ട് എതിരിടുകയാണ് നല്ലത്. നമുക്ക് പറ്റിയ എതിരാളി ഈശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെയാണ് പറഞ്ഞു വെച്ചത്. അടുത്തത് മൈത്രേയ ഉവാച തദേവമാകർണ്യജലേശഭാഷിതം മഹാമനാത്തദ്വിഗണയ്യ ദുർമദ ഹരേർവിദിത്ത ഗതി അംഗ നാരദാത് രസാതലം നിർവിവിശേ ത്വരാന്വിത. സമുദ്രത്തിലെ വരുണൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെയും താഴെയാണ് രസാതലം. രസാതലം പാതാളം എന്നൊക്കെ ചിലപ്പോൾ പര്യായമായിട്ട് പറയുമെങ്കിലും 2 ലോകമാണ്. രസാതലം വേറെ അതല, വിതല, തുതല, രസാതല, മഹാതല, പാതാളങ്ങൾ. അപ്പോൾ രസാതലം അങ്ങനെ നോക്കുമ്പോൾ രസാതലവും പാതാളവും ഒന്നല്ല. പൊതുവേ ചിലപ്പോഴൊക്കെ ഇതിനെ പര്യായമായിട്ടും പറയാം. അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഭാഷയിലേ. പൊതുവേ പറയുക അധോലോകങ്ങൾക്കൊക്കെ രസാതലം എന്ന് പറയാം, ചിലപ്പോൾ പാതാളം എന്ന് പറയാം. 7 ലോകത്തെ വേറെ വേറെ പറയുമ്പോൾ രസാതലവും പാതാളവും ഒന്നല്ല. മഹാബലിയെ അയച്ചത് പാതാളത്തിലേക്കല്ല, തെറ്റ്, രസാതലത്തിലേക്കാണ് അയച്ചത്. നല്ലൊരു ലോകമാണ് എന്നാണ് പറയുന്നത്. പാതാളത്തേക്കാൾ നല്ല ലോകമാണ് രസാതലം. എന്തോ ആവട്ടെ. ജലേശഭാഷിതം ആകർണ്യ, ഭഗവാനാണ് തനിക്ക് പറ്റിയിട്ടുള്ള എതിരാളി എന്ന് ആര് പറഞ്ഞു? ജലേശൻ, വരുണൻ. അത് കേട്ടിട്ട് മഹാമനാത്തത് വിഗണയ്യ ദുർമദ, മഹാമനാഹ അഹങ്കാരം വർദ്ധിച്ചിട്ടതാണ് ദുർമദ എന്ന് പറയുമ്പോൾ. പിന്നെ എന്ത് ചെയ്തു? നാരദനിൽ നിന്ന് വിശദാംശങ്ങൾ അറിഞ്ഞു. ജലേശൻ, വരുണൻ ഭഗവാനാണെന്നേ പറഞ്ഞുള്ളൂ. എവിടെയാണ് ഭഗവാൻ ഉണ്ടാവുക? വിഷ്ണു ആണ്. എവിടെ ഉണ്ടാവും? എങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാം? അറിയണമല്ലോ. അതൊന്നും വരുണം പറഞ്ഞു കൊടുത്തിട്ടില്ല. ഭഗവാനാണെന്ന് മാത്രം. ഇപ്പോൾ വിശദാംശങ്ങൾ ആരിൽ നിന്ന് മനസ്സിലാക്കി? മഹാമനാഹ. ഇവിടെ വാക്കിന് അർത്ഥം മഹാത്മാവ് എന്നല്ല. ഹിരണ്യാക്ഷൻ മഹാത്മാവൊന്നുമല്ലല്ലോ. എന്ത് വേണമെങ്കിലും അർത്ഥം ചില സമയത്തൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത് കർത്താവിനെ അറിയുള്ളൂ. ഉത്സാഹത്തോടു കൂടിയിട്ട് നമ്മുടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. വർദ്ധിച്ച അഹങ്കാരത്തോടു കൂടി എന്ന് പറയാം. മഹാമനാഹ ഉത്സാഹത്തോടു കൂടി എന്ത് ചെയ്തു? അതിനെ അവഗണിച്ച്, വരുണൻ്റെ വാക്കിനെ അവഗണിച്ച്, ഗണിക്കാതെ കണ്ട് എന്നാണ് വിഗണയ്യ. എന്താ വിഗണിക്കാതെ? അവരുടെ അടുത്ത് പോയിട്ട് യുദ്ധം ചെയ്യണം പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയിട്ട് യുദ്ധം ചെയ്യുകയല്ലേ ചെയ്തത്? അവഗണിച്ചിട്ടുണ്ടോ? അതനുസരിച്ചല്ലേ ചെയ്തത് എന്നൊരു വശം. അങ്ങനെയല്ല. ഭഗവാനോട് തോറ്റ് നീ ശ്വാക്കളാൽ കടിക്കപ്പെട്ട്
ദയനീയമായിട്ട് മരിക്കും ഹിരണ്യാക്ഷ. അതിനെയാണ് അവഗണിച്ചത്. ഈ അവഗണയ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ അവഗണിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും. ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു, ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണല്ലോ ചെയ്തത്, പോവാതിരിക്കില്ല. എങ്ങനെയാണ് അവഗണയ്യക്ക് അർത്ഥം പറയുക? അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളാണിതിലേ. വേറൊന്നുമില്ല, ഭഗവാനോട് താൻ തോൽക്കില്ല. ഭഗവാനോട് താൻ തോൽക്കില്ല. തന്നോട് ഭഗവാൻ തോൽക്കാതെ തന്നോട് ആരെങ്കിലും തോൽക്കാനുണ്ടോ? തന്നോട് ആരെങ്കിലും വിജയിക്കാനുണ്ടോ യുദ്ധം ചെയ്യാൻ ഈ ലോകത്തിൽ? അപ്പോൾ വരുണൻ്റെ ആ ഭാഗം വശമാണ് അവഗണിച്ചത്. ഭഗവാൻ ഹിരണ്യാക്ഷനെ പറ്റിയ എതിരാളിയാണ് എന്ന് വരുണൻ പറഞ്ഞു. എനിക്ക് ആരുമല്ല ഭഗവാൻ. എന്ത് ഭഗവാൻ, ഏത് ഭഗവാൻ, ഏത് ഹരി, എന്ത് വിഷ്ണു? അവിടെ അവഗണയ്യ. ഭഗവാന്റെ മഹത്വം വരുണൻ പറഞ്ഞത് സ്വീകരിച്ചില്ല. ആ യുദ്ധത്തിന് പോയില്ലല്ലോ. പുരുഷാർത്ഥഭാജനനാണ്, പുരുഷാർത്ഥം കൊടുക്കുന്നവനാണ്, സർവശക്തനാണ്, ഈശ്വരനാണ് എന്ന് അംഗീകരിച്ച ആരെങ്കിലും ഭഗവാനോട് യുദ്ധത്തിന് പോകും? അപ്പം അതിനെ അവഗണയ്യ. ഭഗവത് മഹത്വം വരുണം പറഞ്ഞത് അവഗണിച്ചിട്ട് ഏ പൂജ്യ അംഗ പറഞ്ഞ ശ്രേഷ്ഠ വിതുര എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു മൈത്രേയ ഉവാച എന്നാണല്ലോ. നാരദാത് ഹരിം ഗതി വിദിത്വ. നാരദനെ കണ്ടു വഴിയിൽ. എന്താ ഹിരണ്യാക്ഷ വല്ലാണ്ട് തിരക്കിട്ട് പോണ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ നാരദൻ ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ്. അതിനെ സർവജ്ഞനെ അറിയാത്ത വല്ലതും ഉണ്ടോ? അറിയാത്ത പോലെ ഒക്കെ പറയുക. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നാരദന് ചില വിദ്യകൾ. ഞാൻ വിഷ്ണുവിനെ അന്വേഷിച്ച് പോവുകയാണ്. നന്നായി, വിഷ്ണുവിനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ നല്ലതാണല്ലോ. ആട്ടെ, എന്താ ഇപ്പോൾ ഈ വിഷ്ണുവിനെ അന്വേഷിക്കാൻ ഇത്ര തിടുക്കം? അല്ല, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയ ആളാണ് എന്ന് വരുണദേവൻ പറയുണ്ടായി. ഭഗവാനിൽ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. അത്ര ശക്തിയുണ്ട് ഭഗവാനെന്ന് എനിക്ക് തോന്നിയതുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു വരുണൻ. ആ വിഷ്ണുവിൻ്റെ അഹങ്കാരം ഒന്ന് തീർത്ത് കൊടുക്കത്തളയെന്നൊരു ഒരു തോന്നൽ. നാരദനൊന്ന് കണ്ണടച്ചൊരു നിമിഷം ആലോചിച്ചു, എന്തേ ഇപ്പോൾ വരണം ഇങ്ങനെയൊക്കെ പറയാൻ. അപ്പോൾ വേഗം പിടികിട്ടും ചെയ്തു. അത് ശരിയാണ് ഹിരണ്യാക്ഷ, കുറേ കാലമായി ഈ വിഷ്ണു വല്ലാതെ കളിക്കണു, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക, തനിക്ക് പറ്റിയ എതിരാളി തന്നെയാണ്. പക്ഷെ താൻ എന്നെ മുമ്പിൽ നിൽക്കുക കേട്ടോ, ഭഗവാനൊന്നൊന്നുമില്ല, തോൽപ്പിക്കാൻ നമുക്ക് പറ്റും. എന്തായാലും നീ യുദ്ധത്തിന് പൊക്കോ, നല്ലതാണല്ലോ അഹങ്കാരം തീരാൻ. ഇപ്പോൾ അങ്ങയുടെ ഭൂമി ഉണ്ടല്ലോ, അങ്ങയുടെയല്ലേ ഭൂമി, ഹിരണ്യാക്ഷൻ്റെ ഭൂമി എന്നുള്ള നിലയ്ക്കാണ് നാരദൻ വേണം. അയാളുടെ ഭാഗത്ത് വെച്ചാൽ അവിടെയുള്ളൂ പറയുക. അതിനെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട് ആ വിഷ്ണു. വിശദാംശങ്ങൾ കേട്ടിട്ട് എന്ന് പറഞ്ഞു. അതെന്താ, എവിടെയാണ് വിഷ്ണു ഉണ്ടാവുക, എങ്ങനെയാണ് വിഷ്ണു കണ്ടാൽ അറിയുക? ഇങ്ങനെ വിഷ്ണുവിനെ കണ്ടാൽ അറിയണ്ടേ? ഒരു പന്നിക്കുട്ടറെ വേഷാടോ. ഇത് കേട്ടപ്പോൾ ഹിരണ്യാക്ഷന് കൂടുതൽ പരിഹാസം തോന്നി. ഭൂമിയെ എടുത്തും കൊണ്ട് വരുന്നുണ്ട് പന്നിക്കുട്ടറെ വേഷം കെട്ടി. കഷ്ടം, എത്ര നല്ല വേഷമുണ്ട് ലോകത്തിൽ, ഫാൻസി ഡ്രസ്സ് കെട്ടി വെച്ചാൽ ഇങ്ങനൊരു വേഷമാണ് കിട്ടിയത്. ഹരേർ വിദിത്വ ഗതിം അംഗ നാരദ രസാതലം നിർവിവിശേ ത്വരാന്വിത. യുദ്ധം ചെയ്യാനുള്ള അത്യാഗ്രഹം കൊണ്ട് ത്വര കൊണ്ട് പാതാളത്തിലേക്ക് രസാതലത്തിലേക്ക് പോയി. ദദർശ തത്രാഭിജിതം ധരാധരം പ്രോണീയമാന അവനി അഗ്രദംഷ്ട്രയ. അവനിയാണ്, അവനി ഭൂമി, വനിയല്ല, മാന അവനി അഗ്രദംഷ്ട്രയ. ദംഷ്ട്രയുടെ അറ്റത്തിൽ ഭൂമിയെ പൊന്തിച്ചുകൊണ്ട് ഭഗവാൻ വരാഹസ്വരൂപത്തെ സ്വീകരിച്ച് വരുന്നത് കാണുകയാണ്. മുഷ്ണന്തമക്ഷണ സ്വരുചോരുണശ്രിയ ജഗാസചാഹോ വനഗോചരോ മൃഗ. അയ്യോ, ഇത് കാട്ടുപന്നി, കാട്ടുകൂടെ നടക്കണ ഈ പന്നിയുടെ വേഷം കെട്ടണ വിഷ്ണുവിന് എന്ത് ശക്തി ഉണ്ടാവാനാ? ആരെങ്കിലും ഈ മാതിരി വേഷം കെട്ടി കളിക്കുമോ ഈ ലോകത്തിൽ? വേഷം മാറാൻ കഴിവുണ്ടച്ചാൽ നല്ല ശക്തിയല്ലേ, നല്ല വേഷമല്ലേ കെട്ടുക. അരുണശ്രിയ, ചുകന്ന ശോഭയോടുകൂടിയ കണ്ണുകളാൽ ഹിരണ്യാക്ഷൻ്റെ ശോഭയെ
അപഹരിക്കുന്ന തേജസ് കൂടിയാണ് ഭഗവാൻ വന്നത്. പന്നിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഭഗവാൻ തന്നെയല്ലേ. ഏത് വേഷം കെട്ടിയാലും തൻ്റെ ചൈതന്യത്തെ മറയ്ക്കാൻ പറ്റില്ല. വാമനസ്വരൂപം സ്വീകരിച്ചപ്പോൾ മഹാബലി അന്തം വിട്ടു. ആ സദസ്സിലുള്ളവർ മുഴുവൻ എന്തൊരു ആളാണ്, ആരാണ് ഈ വരുന്നത്? കുട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, തേജസ്സുണ്ടോ മറയണു. സൂര്യനെ മറയ്ക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? മേഘങ്ങൾ മറയ്ക്കുന്നുണ്ട്, വെയിലേ മറയ്ക്കുന്നുണ്ട്, സൂര്യൻ്റെ പ്രകാശം അല്ലേ. മേഘങ്ങൾ ധാരാളം ഉണ്ട്, ഒരു ടോർച്ച് എടുക്കുക കേട്ടോ. പകൽ ആരെങ്കിലും പറയുമോ? എത്ര മേഘങ്ങളുണ്ടെങ്കിലും പകൽ ടോർച്ച് ആവശ്യമില്ല. ഉണ്ടോ? മങ്ങും, ഇരുട്ട് കുത്തി മഴ വരുന്നൊക്കെ നമ്മൾ പറയും, ടോർച്ച് എടുക്കാറില്ല. അതെന്താ? എങ്ങനെ മേഘങ്ങൾ മറച്ചാലും സൂര്യൻ്റെ തേജസ് മറയണില്ല. രാത്രി വെളിച്ചം വേണമെന്നല്ലാണ്ട് പകൽ ഇനി എത്ര തന്നെ ഇരുട്ടായിക്കോട്ടെ അല്ലേ, നല്ല ഇരുട്ട് കുത്തി മഴ വന്നാലും കുട എടുക്കും. കുട നമ്മളെടുക്കും. യാത്ര ഒഴിവാക്കുന്നില്ലാണ്ട് ആരും ടോർച്ച് എടുത്തിട്ട് പോവാറില്ല. അപ്പോൾ എങ്ങനെയൊക്കെ മറയ്ക്കാൻ നോക്കിയാലും സൂര്യൻ മറയില്ല. പകൽ സമയം സൂര്യനെ മറയ്ക്കാൻ സാധ്യമല്ല. വെയിൽ മറയ്ക്കും, ആ പ്രകാശം ഇവിടെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ പറയണു ഭഗവാന്റെ തേജസ്സിനെ മറയ്ക്കാൻ സാധ്യമല്ല. ആ തേജസ്സോടുകൂടി തേറ്റയുടെ മുകളിൽ ഉമിയെ പൊന്തിച്ച് വരുന്ന ഹിരണ്യാക്ഷനെ, ഭഗവാനെ, വരാഹസ്വരൂപിയെ ഹിരണ്യാക്ഷൻ കണ്ടു. ദദർശ എന്നാണ് ക്രിയ. ദദർശ തത്ര അഭിജിതന്തരാധരം പ്രോണീയമാന അവനിം അഗ്രദംഷ്ട്രയ. ദംഷ്ട്രാഗ്രത്തിൽ അവനിം എന്നാണ്. അവനിം ഭൂമിയെ വിഭക്തി അവർ അഗ്രം. അവനിം അഗ്രദംഷ്ട്രയ. അവനിം അഗ്രദംഷ്ട്രയ മുഷ്ണന്തമക്ഷണ. കണ്ണുകൊണ്ട് മുഷ്ണന്തം അപഹരിക്കുന്ന തേജസ് എന്നർത്ഥം. മുഷ്ണന്തം അപഹരിക്കുന്ന. സ്വജരോരുണസ്യ. ഭഗവാന്റെ ചുവന്ന, അരുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചുവപ്പ് എന്നുള്ളതിന് അരുണവർണ്ണം എന്ന് പറയും. ഭഗവാന്റെ ചുവന്ന പ്രകാശം വരാഹായതുകൊണ്ടാവാം കൊണ്ട് ഹിരണ്യാക്ഷൻ്റെ കണ്ണുകളെ മങ്ങിക്കുന്ന തേജസ്സോടുകൂടി വന്നു. ഹിരണ്യാക്ഷൻ പരിഹസിച്ചു. ജഘാസ ചാഹോ, പരിഹസിച്ചു. വനഗോചരോ മൃഗ. ഇതൊരു കാട്ടുമൃഗത്തിൻ്റെ വേഷമല്ലേ. ആഹേനമേ യജ്ഞമകിം വിമുഞ്ചനോ രസൈകസൗകസാം വിശ്വസിജേയമർപ്പിത ന സ്വസ്തിയാസ്യാസ്യനയാ മമേക്ഷത സുരാതമാ ആസാദിതസൂകരാകൃതേ. ഭഗവാനെ കുറിച്ചങ്ങോട്ട് വല്ലാതെ അധിക്ഷേപിക്കുകയാണ്. അജ്ഞ, അറിവില്ലാത്തവനെന്ന് ഭഗവാനോടെ. ഇപ്പോൾ പറയണ സുരാധമ, ഏവന്മാരുടെ നാഥനാണെന്നും പറഞ്ഞ് നടക്കുക. കഷ്ടം, നാണുണ്ടോ? പിന്നെ എന്താണ്? ആസാദിത സൂകരാകൃതി. സൂകരാകൃതി വരാഹം. ആസാദിത എടുക്കപ്പെട്ട. ശരിക്കും മലയാളത്തിലേക്ക് ആക്കിയ കള്ളപ്പന്നി എന്ന് പറയാൻ പാടില്ല, എന്നാലും വരിക അർത്ഥം അങ്ങനെ വരിക. ആസാദിത എന്ന് പറഞ്ഞാൽ കപടം, സൂകരാകൃതി എന്ന് പറഞ്ഞാൽ പന്നി. അപ്പോൾ കുട്ടിച്ചത്ത കള്ളപ്പന്നി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഭഗവാനെ അങ്ങനെ നമ്മൾ പറയല്ല, വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു. അപ്പോൾ കപടാകൃതേ, കപടം അംഗീകരിക്കപ്പെട്ട വരാഹമേ. പച്ച മലയാളത്തിലാക്കി എന്താ ഒരു കള്ളപ്പന്നി തന്നെ. കള്ളത്തരത്തിൽ പന്നിയുടെ വേഷം കെട്ടിയവനെ. ആസാദിത സൂകരാകൃതേ. ഭാഗവതത്തിൽ തമ്മിത്തല്ലുണ്ട് കേട്ടോ, നല്ല തമ്മിത്തല്ലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ആസാദിത സൂകരാകൃതേ. കള്ളപ്പന്നി. സത്യമല്ലല്ലോ ഈ വേഷം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈക്ഷത, നോക്കിക്കൊണ്ടിരിക്കെ എൻ്റെ മുമ്പിൽ നിന്ന്. അനയ, ഇതിനോടുകൂടെ സുഖമായിട്ട് പോവില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ നീ ഭൂമിയും കൊണ്ട് പോവില്ല എന്നർത്ഥം. സ്വസ്തി ന യാസ്യസി. യാസസി പോവില്ല. ന യാസസി പോവില്ല. യാസസി പോകും, ന യാസസി പോവില്ല. സ്വസ്തി സന്തോഷത്തോടു കൂടി, സുഖത്തോടു കൂടി. ഞാൻ നോക്കിയിരിക്കുന്ന അത്ര സുഖമായിട്ട് നിനക്ക് ഈ ഭൂമിയെ കൊണ്ട് പോവാൻ സാധ്യമല്ല. ന സ്വസ്തി യാസ്യനയാ മമേക്ഷത. ഞാൻ കണ്ടുകൊണ്ടിരിക്കേ എൻ്റെ ഭൂമിയെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ? നടക്കില്ല. ഹിരണ്യോ എന്ന് പറയണം. സുരാധമ ആസാദിത സൂകരാകൃതേ. അജ്ഞ, ഒന്നും അറിവില്ലാത്തവനെ. ഹിരണ്യാക്ഷനൊക്കെ അറിയണ ആളും. തുന്നസ്തപത്നേരഭവായ കിംബൃതോ യോമായ
ഹന്ത്യസുരാൻ പരോക്ഷജിത്വാം യോഗമായ ബലം അല്പപൗരുഷ സംസ്ഥാപ്യ മൂഢ പ്രമുചേ സുഹൃച്ചുജ ത്വം സപത്നൈ ന അഭവായ വൃത കിം. സപത്ന എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ശത്രു എന്നർത്ഥമാണ് കേട്ടോ. സപത്ന പത്നി, സപത്നി ശത്രുക്കളാൽ നീ ഞങ്ങളുടെ നാശം ആഗ്രഹിച്ച് പ്രവർത്തിക്കണു അല്ലേ? ശത്രുക്കളാൽ ഞങ്ങളുടെ നാശത്തിനായിക്കൊണ്ട് നീ ആശ്രയിക്കപ്പെട്ടു. ആരാ ശത്രുക്കൾ? ദേവന്മാരുടെ ശത്രു അസുരന്മാർ. ദേവന്മാരുടെ ശത്രു അസുരന്മാർ. അസുരന്മാർ ദേവന്മാരാൽ നീ ആശ്രയിച്ചു, നീ ആശ്രയിക്കപ്പെട്ടു. അസുരനാണല്ലോ ഹിരണ്യാക്ഷൻ. അപ്പോൾ ദേവന്മാർ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും എന്നെ ജയിക്കണമെന്ന്. അവിടെയാണ് അവിടെ എന്ത് പറഞ്ഞത്? സപത്നൈ ന അഭവായ. ഭവം എന്ന് പറഞ്ഞാൽ മംഗളം, അഭവം എന്ന് പറഞ്ഞാൽ നാശം, തിരിച്ച് ക്ഷേമത്തിൻ്റെ തിരിച്ച് നാശം. ശത്രുക്കളാൽ ദേവന്മാരാൽ ആശ്രയിക്കപ്പെട്ടിട്ടാണ് ഈ വേഷപ്പം നീ കെട്ടിയിരിക്കണതെന്ന് ഞാൻ കരുതുന്നു. മായ പരോക്ഷജിത്ത്, മായ കൊണ്ട് നേരിട്ട് വന്ന് അസുരന്മാരുടെ യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാതെ നീ മായയോട് കൂടിയിട്ടാണ് കളി. മായയോടുകൂടി ഒളിഞ്ഞിരുന്ന് ഭൂമിയെ കൊണ്ടുപോയി യുദ്ധം ചെയ്യുക, വേഷം മാറി. മായയാണല്ലോ. നേരിട്ട് ഭൂമിയെ കൊണ്ടുപോകാൻ നമുക്ക് ധൈര്യമില്ല. കാരണം എൻ്റെയാണ് ഭൂമി, ഇപ്പോൾ എൻ്റെ അധീനതയിലിരിക്കണ ഭൂമിയെ ധൈര്യത്തിൽ നേരിട്ട് കൊണ്ടുപോകാൻ ധൈര്യം കാണിക്കാതെ, നേരിട്ട് കൊണ്ടുപോകാൻ ശരിയായ വേഷത്തിൽ ഭൂമിയെ കൊണ്ടുപോകാൻ കഴിവില്ലാതെ കാപട വേഷം കെട്ടി ഭയന്ന് കട്ടെടുക്കണ പോലെ നീ ഭൂമിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുകയാണല്ലേ മൂഢ. ദേവന്മാർ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കുക, അല്ലാണ്ട് നിനക്ക് എന്ത് ബുദ്ധിയാണ് ഉള്ളത്? ദേവന്മാരെന്ത് പറഞ്ഞു വെച്ചാൽ അത് താളത്തിന് തുള്ളുന്ന കാപട്യത്തെ ആശ്രയിച്ച് യഥാർത്ഥ വേഷം മറിച്ച് ഒളിച്ച് എൻ്റെ ഭൂമിയെ നീ കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ നോക്കിയിരിക്കേ, അത് നടക്കില്ല. യോഗമായ ബലത്തോടു കൂടിയവനും കുറച്ച് മായുണ്ട് നിൻ്റെ കയ്യിൽ, അല്ലാണ്ട് ഒന്നുമില്ല. ഭഗവാനോട് പറയണം, അല്ലാണ്ട് നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? അല്പപൗരുഷം, വലിയ ധൈര്യവും ഇല്ല നിനക്ക്. അതെപ്പോഴും പറയാം എനിക്ക്. ധൈര്യമില്ലാത്തവനെ ഭീരു, കുറച്ച് മായയും കയ്യിൽ വെച്ച് നടന്ന് എൻ്റെ ഭൂമിയെ കൊണ്ടുപോകാം എന്ന് നീ കരുതണ്ട. ത്വാം സംസ്ഥാപ്യ, നിന്നെ ഹാനിച്ചിട്ട് തീർത്തിട്ടേ വേറെ കാര്യമുള്ളൂ. സുഹൃച്ചുച, അങ്ങനെ നിന്നെ സ്നേഹിക്കുന്നവരെ കരച്ചിൽ ഞാനിപ്പോൾ കാണും. അധികം താമസമില്ല, നിൻ്റെ ബന്ധുക്കൾ കരയും നീ ഹനിക്കപ്പെട്ടിട്ട്. ത്വാം യോഗമായാബലം അല്പപൗരുഷം, യോഗമായാബലം അല്പപൗരുഷം ത്വാം സംസ്ഥാപ്യ തീർത്തിട്ട്, എൻ്റെ പണി കഴിച്ചിട്ട്. മൂഢ പ്രമൃജേ സുഹൃച്ചുച, സുഹൃത്തുക്കളുടെ കണ്ണീര് ഇവിടെ ഇപ്പം ഉണ്ടാവും. കാണാം ഇവിടെ കരച്ചിൽ, കൂട്ടക്കരച്ചിൽ ഇപ്പം ഇവിടെ ഉണ്ടാക്കുന്നത് കാണാം ഞാൻ. ത്വം ന സപത്നൈരഭവായ കിംബ്രതോ, ശത്രുക്കളായ ദേവന്മാർ പറഞ്ഞിട്ട് മായയാ ഹന്തി അസുരാൻ പരോക്ഷചിത്, മായ കൊണ്ട് അസുരന്മാരെ ഒളിഞ്ഞു നിന്നുകൊണ്ട് എതിരിടാൻ നീ തുനിഞ്ഞിരിക്കുന്നു. ത്വാം യോഗമായ ബലം അല്പപൗരുഷ, കുറച്ച് മായയും വെച്ച് നടന്ന് വേറെ എന്താ നിനക്കുള്ളത്? അല്പപൗരുഷത്തോടു കൂടിയുള്ള നിന്നെ സംസ്ഥാപ്യ പണി തീർത്തിട്ട് കഴിച്ചിട്ട് സുഹൃത്തുക്കളുടെ കണ്ണീരിവിടെ ഞാൻ വീഴ്ത്തും. തൈ സംസ്ഥിതേ ഗതയാ ശീർണശീർഷ അസ്മദ്ഭുജച്യുതയാ ഏചതുഭ്യം ബലിംഹരന്തി ഋഷയോ. ഹരന്തൃഷയോ എന്ന് കൂട്ടി വായിക്കുമ്പോൾ നൃ നാവിന് വിഷമം തോന്നണവര് ഹരന്തി പ്ലസ് ഋഷയോ, ഋഷി. ഹരന്തി എന്നാണ് ക്രിയ. ഋഷയോ, ഹരന്തി പ്ലസ് ഋഷയോ, ഹരന്തൃഷയോ. ഹരന്തി ഋഷയോ ബലിം ഹരന്തി ഋഷയോ ഏ ചദേവ സ്വയം സർവേ ന ഭവിഷ്യന്ത മൂല.
ഭുജ ച്യുതയ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയ, നഷ്ടപ്പെട്ട, ച്യുത, ച്യുത എന്ന് പറഞ്ഞാൽ വീഴുക, നഷ്ടപ്പെടുക എന്നൊക്കെ അർത്ഥം. ച്യുതി എന്ന് പറഞ്ഞാൽ വീഴലാണ് ശരിക്കും. അതപ്പതിക്കുക എന്നും ആവാം, കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാന്നാണ് ഇവിടെ കൂടുതൽ ശരിയാവുക. അസ്മക് ഭുജച്യുത സന്ദർഭത്തിനനുസരിച്ചാണല്ലോ അർത്ഥം. എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ഗദയ, ഗദയ എന്ന ആയുധത്താൽ, കയ്യിൽ നിന്ന് വിട്ടപ്പെട്ട ആയുധത്താൽ, ശീഷ്ണ ഭേദിക്കപ്പെട്ട ശിരസ്സോടു കൂടിയ തൊയ് നീ, സംസ്ഥിതേ നശിക്കുമ്പോൾ, ഋഷയ എല്ലാ ഋഷികളും, ഏച ദേവ ദേവന്മാരും, ഏച ഋഷയ ഏച ദേവ ദേവന്മാരും ഋഷികളും, തുഭ്യം ബലിം അന്തി സദാ തന്നെ പൂജിക്കുന്ന ദേവന്മാരും ഋഷികളും ഉണ്ടല്ലോ, അവരെല്ലാവരും നിരാലംബരായിട്ട്, അമൂല നിരാലംബരായിട്ട് സ്വയം ന ഭവിഷ്യതി ഇല്ലാതാവും. ഭവിഷ്യതി ഉണ്ടാവുക, ന ഭവിഷ്യതി ഇല്ലാതാവുക. ആശ്രയസ്ഥാനമായിട്ടുള്ള നീയെ ആടില്ലാണ്ടായാൽ പിന്നെ അവരുടെ നാശം ഉറപ്പായി. ഇല്ലേ, രാമനാണ് യുദ്ധത്തിൽ പറയാറില്ലേ, കുംഭാരണം മരിച്ചാൽ രാവണം മരിച്ചു എന്ന് കൂട്ടാം. ഏക ആശ്രയം ഇപ്പം ഇനി കുംഭാരൻ്റെ ബാക്കിയുള്ളവരൊക്കെ മരിച്ചപ്പോഴേ, ഇനി കുംഭാരണം മരിച്ചാൽ രാവണൻ മരിച്ചത് തന്നെ, രാവണി മരിച്ചാലും അതെ എന്ന പോലെ ഇവിടെ പറയണം. ആ വിഷ്ണു മരിച്ചാൽ പിന്നെ അവരുടെ ആ വിഷ്ണുവിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആശ്രയഭൂതരായ ഋഷികളും ദേവന്മാരും ആണല്ലോ കൂട്ടുകാർ, ഇല്ലാതാവിടൂ. വളരെ അവജ്ഞയോടുകൂടിയാണ് പറയണം. ത്വയ് സംസ്ഥിതേ ഗതയാശീർണ, എൻ്റെ ഗതയുണ്ടല്ലോ അതിൻ്റെ അട്ടിയുടെ ആ ഒരു വേഗവും ശക്തി നീ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വരണത്. അസ്മത് ഭുജച്യുതയായ സത്യം, കൈകൊണ്ട് വീശി അടിക്കണ അടിയുണ്ടല്ലോ, അതിനാൽ നീ കൊല്ലപ്പെടും. ഹരന്തി, അപ്പോഴോ ബലിം ഹരന്തി ഋഷയോ ഏച്ച ദേവ, ഏച്ച ഋഷിയ ഏച്ച ദേവ, ഈ ഋഷിമാരും ദേവന്മാരും നിരാശ്രയരായിട്ട് നനക്ക് ബലി സമർപ്പിക്കും. പിന്നെ അവരും ഇല്ലാണ്ടാവും ക്രമത്തിൽ. എനിക്കവരൊന്നൊരു പ്രശ്നമേ അല്ല. ആദ്യം തന്നെ ഇല്ലാണ്ടേക്കുക, പിന്നെ അവരെ ഇല്ലാണ്ടേക്കുക, ഈസിയാണ്. സ്വയം സർവേ ന ഭവിഷ്യതി, അവരാരും പിന്നെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കില്ല. ഹേ വിഷ്ണു എന്ന് വിളിക്കണം. സതുദ്യമാനോരിതുരുക്തോമരേ ദംഷ്ടാഗ്രഗാം ഗാം ഉപലക്ഷ്യഭീതാം, 2 ഗാമുണ്ട്. തോതും മൃഷൻ നിരഗാതം ഭൂമധ്യാൽ ഗ്രാഹാകത സകരേണു യഥേ ഇഭ. അതിദുരുക്തോമരേ, ശത്രുവിൻ്റെ ദുർവാക്കുകളാകുന്ന ആയുധ വിശേഷങ്ങളാൽ തുത്യമാന തുളയ്ക്കപ്പെടുന്ന ഭഗവാനാകട്ടെ. ഇതുവരെ ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഹംസ ഭഗവാനോട്? ഒക്കെ സ്തുതിക്കുക, നമസ്കരിക്കുക, കീർത്തിക്കുക, അതല്ലേ ചെയ്യുള്ളൂ. ഇത്രയും അവജ്ഞയോടുള്ള വാക്കുകൾ കേട്ടിട്ട് അരി എന്ന് പറഞ്ഞാൽ ശത്രു, അരി ശത്രു, ശത്രുക്കാൽ പറയപ്പെട്ട ഇത്തരം വാക്കുകൾ കേട്ട് സതു ഭഗവാൻ എന്ത് ചെയ്തു? ദംഷ്ട്രാഗ്രഗാം, ദംഷ്ട്രയുടെ അറ്റത്തുള്ള ഭൂമി, ഗാം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ഭൂമിയെ ഗാം ഭീത ഭയപ്പെട്ടവളായി കണ്ട്, അഗ്രത്തിലിരിക്കുന്ന, ആദ്യത്തെ ഗാം അഗ്രത്തിലിരിക്കുന്ന വിശേഷണം, രണ്ടാമത്തെ ഗാം ഭൂമി, ആദ്യത്തെ ഗാം അഗ്രത്തിലിരിക്കുന്ന. ദംഷ്ട്രയുടെ അറ്റത്തിങ്ങനെ കോർത്ത പോലെയാണ് ഭൂമിയെ കൊണ്ടുവരുന്നത്, കോർത്തിട്ടില്ല, പൊന്തിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പം സ്വദംഷ്ട്രാഗ്രഗാം, ദംഷ്ട്രയുടെ അറ്റത്ത് ഉള്ള, സ്ഥിതി ചെയ്യുന്ന ഗാം, എന്ത്? ഭൂമി, ഗാം, രണ്ടാമത്തെ ഗാം ഭൂമി. സ്വദംഷ്ട്രാഗ്രഗാം ഗാം ഉപലഭ്യഭീതാം, ഭൂമിയെ പേടിക്കുന്നതായിട്ട് കണ്ടു. ഹിരണ്യാക്ഷൻ്റെ വലിപ്പവും അവൻ്റെ ശക്തിയും ഗർജനമൊക്കെ കേട്ടപ്പോൾ പേടിച്ചു. ആരെ? ഭൂമി
ഭഗവാനല്ല, ഭൂമി പേടിച്ചു. തോദംഷൻ നിരകാതംബുമധ്യ ഗ്രാഹാകഥ സകരേണു യതേ ഇഭ. വൃഷ ഒരു മകരമത്സ്യത്താൽ ഉപദ്രവിക്കപ്പെടുന്നതും ഗ്രാഹാകഥ മകരമത്സ്യം എന്നാണ് ഇവിടുത്തെ അർത്ഥം. രേണു പിടിയാനകളോടുകൂടി ഒരുമിച്ചിരിക്കുന്ന ആന എന്ന പോലെ അംബുമധ്യാ ജലത്തിൽ നിന്ന് നിർഗമിച്ചു. തോതം വേദനയെ സഹിക്കുന്നവനായിട്ട്, ഭൂമിയെ ഭയപ്പെട്ടതായി കണ്ടിട്ട് ഭൂമിദേവി പേടിച്ച് വിറയ്ക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെയുള്ള നിന്തിരുവടി എന്തു ചെയ്തു? ശത്രുവിൻ്റെ ദുർവചനം കേട്ട് മുറിക്കപ്പെട്ട മനസ്സോടുകൂടി മകരമത്സ്യത്താൽ പീഡിക്കപ്പെടുന്നതും പിടിയാനകളോടുകൂടി ചേർന്നതും ആയ ഗജം. മകരമത്സ്യം ആനയൊക്കെ വെള്ളത്തിലിറങ്ങിയാൽ പിടിക്കൂലോ. മകരം എന്ന് പറയുമ്പോൾ അവിടെ മുതല, മനുഷ്യരെ പിടിച്ച് താത്താൻ കഴിവുള്ള മത്സ്യം മകരമത്സ്യം അങ്ങനെയാവാം, മുതല പോലെയുള്ളത് ആണിവിടെ ഉപമ. ആനയെപ്പോലെ കാലിലും കൊണ്ട് പിടിച്ച ആനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വളരെയേറെ മുറിവേൽക്കപ്പെട്ട പോലെ മനസ്സിനാണ് കേട്ടോ. ശരി, ഭഗവാൻ വേറൊന്നുമില്ല. മുറിവേൽക്കുക എന്ന് പറഞ്ഞാൽ തളരില്ല. അഭിമാനത്തിൽ കത്തി വയ്ക്കുക എന്ന് പറയുമല്ലോ, ദേഷ്യം വന്നു ചുരുക്കം പറയാച്ചാൽ അത്രയേ ഉള്ളൂ. സതുദ്യമാനോ അരി ദുരുക്തതോ മരേ, ശത്രുവിൻ്റെ അധിക്ഷേപ വാക്ക് കേട്ട് പ്രകോപിക്കപ്പെട്ടതായിട്ടുള്ള ഭഗവാൻ എന്ന് പറയാൻ ചുരുക്കം. സ്വതം ഗാം ഗാം ഉപലക്ഷ്യ ഭീതാം തോതം മൃഷൻ നിരകാതംബുമധ്യാഗ്രാഹാകഥ സകരേണു യഥേവ. മറ്റേ മുതലയാൽ ആക്രമിക്കപ്പെട്ട ആനയെ പോലെ വെള്ളത്തിൽ നിന്നിങ്ങോട്ട് പൊന്തി. തം നിസ്സരന്തം സലിലാതനുദ്രുതോ ഹിരണ്യകേശോ തിരതം യഥാജഷ കരാളദം ട്രോശനി നിസ്തനോ പ്രവീൽഗത ക്രിയാ കിന്ന സദാം വിഗർഹിതം. സലിലാത് നിസ്സരന്തം, വെള്ളത്തിൽ നിന്ന് മേൽപോട്ട് പൊന്തുന്ന ആ വരാഹമൂർത്തിയെ കണ്ടിട്ട്, വരാഹമൂർത്തിയൊക്കെ വരാഹക്ഷേത്രമൊക്കെ ഉണ്ട്. വരാഹക്ഷേത്രം പന്നിയൂർ വരാഹത്തിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ആ വരാഹമൂർത്തിയെ ജഷം, മകരമത്സ്യം ആനയെ എന്ന പോലെ. മത്സ്യം വളരെ വലിയ മത്സ്യങ്ങളിൽ ഭീമാകാരന്മാരുണ്ട്. സ്രാവ്, തിമിംഗലം ഒരു തരത്തിൽ പറയുമ്പോൾ ഒരു തരം മത്സ്യമാണ്, അതിൻ്റെ വലിയ രൂപം എന്നേ ഉള്ളൂ. വലുതായപ്പോൾ നമ്മൾ തിമിംഗലം എന്ന് പേരിട്ടു. പക്ഷേ മനുഷ്യനെയാണല്ലോ വിഴുങ്ങാനടക്കം കഴിവുണ്ട്, കപ്പലിനെ മറയ്ക്കാനടക്കം കഴിവുണ്ടാവും. എങ്കിലും അത് ഗംഭീരമായിട്ടുള്ള മകരമത്സ്യം, തിമിംഗലം ഭീമാകാരന്മാരാണ് മകരമത്സ്യക്കാരെന്ന് പറയണം. ആനയൊക്കെ പിടിച്ച് വെള്ളത്തിൽ താഴ്ത്തത്ര. തിമിംഗലം എന്ന് പറയാം വേണമെങ്കിൽ. ചുരുക്കത്തിൽ വെള്ളത്തിൽ അവർക്കാണല്ലോ ശക്തിൻ്റെ ആവുക. നമ്മൾ അവർ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നില കിട്ടില്ല, നമ്മൾ മുങ്ങിപ്പോയി മരിക്കുന്നേ വഴിയുള്ളൂ. അപ്പോൾ അതാണ് ജഷ. അതികൂറ്റന്മാരായിട്ടുള്ള മത്സ്യം എപ്രകാരം ആനയെ പിടിച്ച് താഴ്ത്തുന്നുവോ അതുപോലെ വെള്ളത്തിൽ നിന്ന് മേൽപോട്ട് പൊന്തുന്നതായിട്ടുള്ള വരാഹമൂർത്തിയെ കണ്ടു. ദംഷ്ട്രകളോട് കൂടിയവനും ആ ശനിനിസ്വന, ഇടിശബ്ദം പോലെ സ്വരം പൊടിപ്പിക്കുന്നവനും ആയ ഹിരണ്യ അക്ഷൻ, ലജ്ജാഹീനന്മാരുടെ അസത്തുക്കൾക്ക് എന്നുള്ളതിനാണ് അസതാം, അസത്തുക്കൾക്ക് വിഗർഹിതം നിന്ദിതമായത് ഏതൊന്നോ അബ്രവീത് പറഞ്ഞു. അലറുന്നവനായിട്ടുള്ള ഹിരണ്യാക്ഷൻ എന്തു പറഞ്ഞു? ലജ്ജാഹീനന്മാർക്ക് ചെയ്യുവാൻ പാടില്ലാത്തത് എന്തുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാനെ അധിക്ഷേപിച്ചു. എന്താ ലജ്ജാഹീനം? പന്നിയുടെ വേഷേ. ആരെങ്കിലും പന്നി എന്നുള്ളത് ബഹുമാനമായിട്ട് കണക്കാക്കിയിട്ട് എൻ്റെ കുട്ടിക്ക് ഏതായാലും പന്നീന്ന് പേരിടുക, ഇതുവരെ ഉണ്ടായിട്ടില്ലയോ? വരാഹം മിഹിരനോ അങ്ങനത്തെ കേട്ടിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഇപ്പുറത്ത് മിഹിരനുണ്ട്. അവിടെ വരാഹം എന്നോ പന്നി എന്നോ പേരിടില്ല. നരസിംഹമൂർത്തി പേരിട്ട്, നരസിംഹം പേരിട്ടിട്ടുണ്ട്, രാമൻ്റെ കൃഷ്ണൻ്റെ ഒക്കെ പേരിട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് വരാഹം പന്നി എന്ന് പേരിടുക ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? എന്താ കാരണം? അത്രയധികം നികൃഷ്ട ജീവിയായിട്ടാണ് നമ്മൾ. ദേഷ്യം വന്നാൽ മലപ്പുറത്തൊക്കെ അതാണ് പറയുക, ആ പന്നി
അപ്പോൾ കുറഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒന്നും ചെയ്യരുതെന്ന്. അപ്പം അത്ര നികൃഷ്ടമായ ഗതക്രിയാം ലജ്ജയുണ്ടല്ലേ വിഷ്ണു അങ്ങേക്ക് ഇത്രയും മോശപ്പെട്ട വേഷം എടുത്തിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടാൻ? ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് മകരപക്ഷത്തെ പോലെ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ഭഗവാനെ കരാളദംഷ്ട്രവും ആശനി നിസ്വനവും പ്രവീൺ ഇടിവെട്ടുന്ന സ്വരത്തോടു കൂടിയിട്ട് അവഹേളിച്ചു ഹിരണ്യാക്ഷൻ. തുടർന്ന് യുദ്ധം ഉണ്ടാവുകയാണ്. അതിനെ പറഞ്ഞു കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.